മുരിങ്ങയിലയും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതേപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അതിനായിട്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്, അതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ ഒരു ഉള്ളിയുടെ പകുതിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ ഒരു മധുരമായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒട്ടും പച്ചമുളക് ചേർക്കുന്നില്ല, വെറും ഉണക്കമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇല ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം പോയതിൻ്റെ ശേഷം വേണം ഇല ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളത്തോടുക്കാൻ ഇട്ട് കൊടുക്കരുത്. കറിയിലേക്ക് ആകുമ്പോൾ നമുക്ക് വെള്ളത്തോടുക്കാൻ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിന് ഒത്തിരി വേവൊന്നുമില്ല, അതുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കുകയൊന്നും വേണ്ട. തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി, പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തതാണ്. ഇനി മുട്ട ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുഴി പോലെ ആക്കി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇലയുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവും കൂട്ടി കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് അവിടെ നടുവിൽ തന്നെ വെച്ചിട്ട് അതിനൊന്ന് ഹാഫ് വേവാക്കി എടുക്കണം. എന്നിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ തരത്തിൽ ചെയ്യാം. ഇല വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് 2 തരത്തിലായിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിത് നടുവിൽ തന്നെ വെച്ചിട്ട് ഞാനൊരു പകുതി വേവാക്കി എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണത്. ചോറിലേക്കാണെങ്കിലും അതേപോലെ വെറുതെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കണത് നല്ലതാണ്. മുരിങ്ങയില ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും മുരിങ്ങയില ഇഷ്ടമാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മുരിങ്ങയില ഏത് വീട്ടിൽ നിന്ന് വേണമെങ്കിലും പൊട്ടിച്ചു കൊണ്ടുവരും, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം. ഇവിടെ ആകുമ്പോൾ പൈസ കൊടുത്തിട്ട് മേടിക്കണം. നമ്മൾ ചെറിയൊരു 5-6 ഇലയുടെ ഇങ്ങനെ തണ്ട് വരുന്നതിന് തന്നെ അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം. എങ്കിലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിലേക്കൊക്കെ കഴിക്കാൻ, അതേപോലെ കഞ്ഞിയിലേക്കാണെങ്കിലും നല്ലതാണ് കേട്ടോ. കഞ്ഞിയിലൊക്കെ ഇത് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.